കേരളത്തിൽ ഇന്ന് വളരെ പ്രാധാന്യമേറി വരുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി. കൂണുകളുടെ പോഷകമൂല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി മൂലകങ്ങളും പ്രത്യേകിച്ചും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പല മൈക്രോ എലമെൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂണുകൾ. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ ഉഷ്ണമേഖല പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഇനങ്ങൾ ചിപ്പിക്കൂണുകളും പാൽക്കൂണുമാണ്. ചിപ്പിക്കൂണിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനം HU എന്ന് പറയുന്ന ഹിപ്സിസൈഗസ് അൾമേറിയസ് എന്ന് പറയുന്ന കൂണിൻ്റെ ഇനമാണ്. അതുകൂടാതെ പ്ലൂറോട്ടസ് ഫ്ലോറിഡ, പ്ലൂറോട്ടസ് ഇയോസ്, പ്ലൂറോട്ടസ് ജമോർ, ഈ വക ഇനങ്ങളും ചിപ്പിക്കൂണുകളുടെ പല ഇനങ്ങളാണ്. ഇതുകൂടാതെ പാൽക്കൂണ് വളരെ നല്ലൊരു ഇനമാണ്. കൂൺ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ക്വാളിറ്റി വിത്താണ്. കൂണിൻ്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ എന്ന് നമ്മൾ പറയുന്ന കൂൺ വിത്ത് പ്രത്യേകിച്ചും നല്ല ഉൽപ്പാദനശേഷിയുള്ള ഇനമായിരിക്കണം. നല്ല ക്വാളിറ്റി വിത്ത് വേണം എപ്പോഴും സെലക്ട് ചെയ്തെടുക്കാൻ. കൂൺ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ചെറിയ തോതിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുറി ഇതിനു വേണ്ടി സജ്ജീകരിക്കാം. അപ്പോൾ സജ്ജീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായി വായുസഞ്ചാരമുള്ള മുറിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഈർപ്പമാണ്. അന്തരീക്ഷ ഈർപ്പം ഒരു 75% മേളിലുണ്ടെങ്കിൽ മാത്രമേ കൂണിന് വിരിഞ്ഞു വരാൻ അത് സഹായകരമാകാറുള്ളൂ. മൂന്നാമത്തെ കാര്യം ടെമ്പറേച്ചറാണ്. ചിപ്പിക്കൂണുകൾ പൊതുവേ 26 മുതൽ 28, മാക്സിമം 30 ഡിഗ്രി വരെയുള്ള കാലാവസ്ഥയിലാണ് ഇതിനെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഉച്ച സമയത്തൊക്കെ നമ്മുടെ ടെമ്പറേച്ചർ 35 ഡിഗ്രിക്ക് മേളിൽ പോകുന്ന തരത്തിലുള്ള റൂമുകളാണെങ്കിൽ അവിടെ കൃഷി ചെയ്യാൻ കൂൺ കൃഷി, പ്രത്യേകിച്ചും ചിപ്പിക്കൂൺ കൃഷി അവിടെ സാധ്യമല്ല. അടുത്തതായി കൂൺ കൃഷി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. പ്രധാനമായും കൂൺ കൃഷി ചെയ്യുന്ന മാധ്യമം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ അണുനശീകരണം ചെയ്തെടുക്കുക. ഒന്നുകിൽ ചൂട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചോ അതിനെ അണുനശീകരണം ചെയ്തെടുക്കാവുന്നതാണ്. അണുവിമുക്തമാക്കിയ മാധ്യമത്തിനെ നമ്മൾ ഈർപ്പം അളവിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈർപ്പം സാധാരണഗതിയിൽ നമ്മൾ 60% ഈർപ്പം കൊണ്ടുവരുന്നത്. 60% ഈർപ്പം എങ്ങനെ എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാധ്യമം, ഇപ്പോൾ വൈക്കോലാണെങ്കിൽ വൈക്കോൽ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ ഈർപ്പമുള്ള വൈക്കോലായിട്ട് തോന്നണം. അതേസമയം അതിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴാത്ത അളവിലേക്കുള്ള ഈർപ്പത്തിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ 60% ഈർപ്പത്തിലെത്തിച്ച വൈക്കോൽ അല്ലെങ്കിൽ മറ്റ് മരപ്പൊടി പോലുള്ള മറ്റ് മാധ്യമങ്ങൾ ഇതിനെ നമുക്ക് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ബെഡ് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളവുമുള്ള കവറുകളിലാണ് സാധാരണ കൂൺ ബെഡ് ഉണ്ടാക്കുന്നത്. താഴത്തെ ലെയർ എപ്പോഴും വൈക്കോൽ വയ്ക്കുക. ഒരു 2 ഇഞ്ച് കനത്തിൽ വൈക്കോൽ വയ്ക്കുക. അതിന് മുകളിലേക്കായിട്ട് ഒരു ലെയർ സ്പോണ്, പിന്നെ വൈക്കോൽ, സ്പോണ്, അങ്ങനെ 4 ലെയർ വൈക്കോലും 4 ലെയർ സ്പോണും വെക്കുന്നതാണ് ഒരു ബെഡ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ബെഡിനെ ടൈറ്റാക്കി, ഇതിനിടയിൽ എയർ സ്പേസ് വരാൻ പാടില്ലാത്ത രീതിയിൽ കൃത്യമായി കോമ്പാക്റ്റ് ചെയ്ത് ടൈ ചെയ്തതിന് ശേഷം ചെറിയ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. കാരണം കൂണ് ജീവനുള്ളൊരു വസ്തുവാണ്, അതിന് ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ ബെഡിനുള്ളിൽ അക്യുമുലേറ്റ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാനും കൂടെ ആയിട്ട് നമ്മൾ അതിലേക്ക് ചെറിയ സുഷിരങ്ങളും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബെഡുകൾ നമ്മളിതിനെ വളരാനായിട്ട് വിടുന്നു. ഈ വളർച്ചാ ഘട്ടം സാധാരണഗതിയിൽ ഒരു 25-30 ദിവസം വരെ ചില സമയങ്ങളിൽ എടുക്കാറുണ്ട്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെഡ് പൊതുവേ വെള്ള നിറത്തിലായിരിക്കും. കാരണം നമ്മൾ ഇട്ട് കൊടുത്ത വൈക്കോലും അതിലേക്ക് നമ്മളുടെ ആ വിത്തിൽ നിന്നുള്ള മൈസീലിയം ആ വൈക്കോൽ പൂർണ്ണമായി കവർ ചെയ്യുകയും അതിൻ്റെ ഗ്രോത്ത് പൂർണ്ണമാവുകയും ചെയ്യും. സാധാരണയിൽ 30 ദിവസം, 25 മുതൽ 30 ദിവസം വരെ എടുക്കുന്ന സമയമുണ്ട്. ഇതിനുശേഷം നമ്മുടെ ആ ബെഡിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് കൂണിന് വിരിഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സുഷിരങ്ങൾ കൊടുക്കുക. ഒരു പൂർണ്ണ വളർച്ച എത്തിയ ബെഡ് അതിനെ ഫ്രൂട്ടിങ്ങിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ കൂണ് വിരിഞ്ഞ് വരാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ മൊട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിതിനെ വിളവെടുപ്പ് ചെയ്യാൻ പറ്റും. ചിപ്പിക്കൂണിനാണെങ്കിൽ വിളവെടുത്ത കൂൺ ഒരു 3 മുതൽ 4 ദിവസം വരെ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. പാൽക്കൂണാണെങ്കിൽ ഒരു 5 മുതൽ 7 ദിവസം വരെ കേടാവാതെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.